ഇന്നലെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് സ്കൂൾസ് ഓഫ് മാനേജ്മെന്റ് തോട്ട്. അതിൽ രണ്ട് അപ്രോച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഒരു അപ്രോച്ച് കംപ്ലീറ്റ് ആയിട്ട് പറഞ്ഞു തീർത്തു. എംപിരിക്കൽ അപ്രോച്ച് എന്ന് പറഞ്ഞാൽ ദി സക്സസ് ഓഫ് എ ബിസിനസ് ഓർഗനൈസേഷൻ depends upon the past experiences or the practical experiences of the manager appointed in a business organization. ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ അപ്പോയിന്റ് ചെയ്യപ്പെട്ടിട്ടുള്ള മാനേജറുടെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള അല്ലെങ്കിൽ പാസ്റ്റ് എക്സ്പീരിയൻസസിന്റെ അടിസ്ഥാനത്തിൽ അയാളെടുക്കുന്ന തീരുമാനങ്ങള് അല്ലെങ്കിൽ അയാള് എംപ്ലോയീസിനെ ലീഡ് ചെയ്യുന്നത് ഏത് രൂപത്തിലാണോ അതിനനുസരിച്ചാണ് ഒരു ബിസിനസ് ഓർഗനൈസേഷന്റെ സക്സസ് അല്ലെങ്കിൽ ഫെയിലിയർ എന്ന് പറയുന്നത് ഡിസൈഡ് ചെയ്യുന്നത് എന്നാണ് ഇന്നലെ നമ്മൾ എംപിരിക്കൽ അപ്രോച്ച് ഓഫ് സ്കൂൾസ് ഓഫ് മാനേജ്മെന്റ് തോട്ടില് പറഞ്ഞത്. അപ്പൊ ഒരു മാനേജറുടെ പ്രാക്ടിക്കൽ നോളജ് അല്ലെങ്കിൽ പാസ്റ്റ് എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ അതിന് നമ്മൾ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡിഫക്റ്റ് എന്ന് പറയുന്നത് സിറ്റുവേഷൻസ് ഇൻ ദ ബിസിനസ് ഓർഗനൈസേഷൻസ് ആർ ചേഞ്ചിങ് ഡേ ബൈ ഡേ ആൻഡ് ഇൻ മോസ്റ്റ് പ്രോബബിൾ കേസസ് the situations in which the manager will never have past experiences. എല്ലാ കാര്യങ്ങളും പാസ്റ്റ് എക്സ്പീരിയൻസസിന്റെ അടിസ്ഥാനത്തിൽ ഡിസൈഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ എല്ലാ ഓർഗനൈസേഷൻസിലും ഉണ്ടാകുന്ന എല്ലാ സിറ്റുവേഷൻസും അതിനു മുമ്പ് ഉണ്ടായതായിക്കൊള്ളണമെന്നില്ല. പുതുതായിട്ടുണ്ടാകുന്ന സിറ്റുവേഷൻസ് വരുമ്പോൾ പാസ്റ്റ് എക്സ്പീരിയൻസസിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനങ്ങൾ എടുക്കുക, ആ തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിൽ ആക്ടിവിറ്റീസ് അണ്ടർടേക്ക് ചെയ്യുക എന്ന് പറയുമ്പോൾ അത് വളരെ കൂടുതൽ ബുദ്ധിമുട്ടാണ്. അപ്പൊ എംപിരിക്കൽ അപ്രോച്ച് എന്ന് പറയുന്നത് ഒരു ട്രഡീഷണൽ അപ്രോച്ചാണ് which will never have applicability in case of the modern business organizations. ഇനി നമ്മൾ രണ്ടാമത് പറഞ്ഞിട്ടുള്ള അപ്രോച്ച് എന്ന് പറയുന്നതാണ് ക്ലാസിക്കൽ അപ്രോച്ച്. ക്ലാസിക്കൽ അപ്രോച്ചില് ഇമ്പോർട്ടൻസ് ഈസ് പ്രൊവൈഡഡ് to the maximum productivity or maximum efficiency of the business organization with the minimum cost of production. അതൊരു ബിസിനസ് ഓർഗനൈസേഷന്റെ ചെലവുകളെ പരമാവധി റെഡ്യൂസ് ചെയ്യുകയും ബിസിനസ് ഓർഗനൈസേഷന് മാക്സിമം പ്രൊഡക്ടിവിറ്റി അല്ലെങ്കിൽ മാക്സിമം എഫിഷ്യൻസി ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയും ചെയ്യുക എന്നുള്ളതിന്റെ അടിസ്ഥാനത്തില് ഡെവലപ്പ് ചെയ്തിട്ടുള്ള തിയറി എന്ന് പറയുന്നതിനെയാണ് ക്ലാസിക്കൽ തിയറി എന്ന് പറയുന്നത്. സയന്റിഫിക് മാനേജ്മെന്റ് ടെക്നിക്സ് അല്ലെങ്കിൽ മോഡേൺ മാനേജ്മെന്റ് ടെക്നിക്സ് അഡോപ്റ്റ് ചെയ്തിട്ട് ഒരു ബിസിനസ് ഓർഗനൈസേഷൻ എല്ലായ്പ്പോഴും എയിം ചെയ്യേണ്ടുന്നത് അതിന്റെ എഫിഷ്യൻസി വർദ്ധിപ്പിക്കുക അല്ലെങ്കിൽ പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിക്കുക എന്നുള്ള ഒരു ആസ്പെക്റ്റിനായിരിക്കണം. പക്ഷെ ആ തിയറിയുടെ ഏറ്റവും വലിയൊരു ഡിഫക്റ്റ് നമ്മൾ പറഞ്ഞു, they are never taking into consideration the satisfaction or the favorable conditions of working of the employees of the business organization. എംപ്ലോയി എന്ന് പറയുന്ന ഒരാസ്പെക്റ്റിന് അല്ലെങ്കിൽ എംപ്ലോയീസിന്റെ സാറ്റിസ്ഫാക്ഷൻ, അവരുടെ ബെറ്റർ വർക്കിംഗ് കണ്ടീഷൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾക്കൊന്നും പ്രാധാന്യം കൊടുക്കാതെ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു തിയറി എന്ന് പറയുന്നതാണ് ക്ലാസിക്കൽ തിയറി എന്ന് പറയുന്നത്. അപ്പൊ മോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള ടെക്നിക്കുകള് ബിസിനസ് ഓർഗനൈസേഷൻസ് അഡോപ്റ്റ് ചെയ്യുന്നതിൽ കൂടി ആ ബിസിനസ് ഓർഗനൈസേഷന്റെ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുന്നതിന് ആവശ്യം വരുന്നതായിട്ടുള്ള നടപടിക്രമങ്ങൾ ബിസിനസ് ഓർഗനൈസേഷൻ ഔട്ട്ലൈൻ ചെയ്തിട്ട് അതിന്റെ അടിസ്ഥാനത്തില് ബിസിനസ് ഓർഗനൈസേഷന്റെ റിസൾട്ട് എഫിഷ്യന്റ് ബേസിൽ ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതാണ് ക്ലാസിക്കൽ തിയറിയുടെ അണ്ടർലൈയിങ് ആസ്പെക്ട് എന്ന് പറയുന്നത്. അവിടെ വരെയാണ് നമ്മൾ ഇന്നലെ പറഞ്ഞു നിർത്തിയത്. ഇനി ക്ലാസിക്കൽ തിയറി എന്ന് പറയുന്നത് മൂന്ന് ഡിഫറെന്റ് ഏരിയാസിനെ അല്ലെങ്കിൽ മൂന്ന് ഡിഫറെന്റ് ആസ്പെക്ട്സിനെ കവർ ചെയ്തിട്ടാണ് ഫ്രെയിം ചെയ്തിട്ടുള്ളത്. വൺ ഈസ് ബ്യൂറോക്രാറ്റിക്, സെക്കൻഡ് വൺ ഈസ് അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് തേർഡ് വൺ ഈസ് ദ സയന്റിഫിക് തിയറീസ് ഓഫ് മാനേജ്മെന്റ്. മൂന്ന് ഡിഫറെന്റ് ആസ്പെക്ട്സിനെ കണക്ട് ചെയ്തിട്ടാണ് ക്ലാസിക്കൽ തിയറി എന്ന് പറയുന്നത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അതിന്റെ മൂന്ന് ആസ്പെക്ട് എന്ന് പറയുന്നതാണ് വൺ ഈസ് ബ്യൂറോക്രാറ്റിക് അപ്രോച്ച്, bureaucratic approach, and second is administrative, and the third element is scientific approach to management. Scientific approach to management. ഈ മൂന്ന്
ആസ്പെക്റ്റിനെ ഡെവലപ്പ് ചെയ്തിട്ടാണ് ക്ലാസിക്കൽ തിയറി എന്ന് പറയുന്നത് ബിസിനസ് ഓർഗനൈസേഷൻ ഡെവലപ്പ് ചെയ്യണം എന്ന് ഈ തിയറിയിൽ പറഞ്ഞിട്ടുള്ളത്. ബ്യൂറോക്രാറ്റിക് അപ്രോച്ച് എന്ന് പറഞ്ഞാല് ദി ഗൈഡ് ലൈൻസ് ഫോർ സ്ട്രക്ചറിംഗ് വിത്ത് certain rules and regulations, procedures and clear division of labor. അതിനെയാണ് ബ്യൂറോക്രാറ്റിക് അപ്രോച്ച് എന്ന് പറയുന്നത്. നമ്മൾ പഠിച്ചിട്ടുള്ള ഏറ്റവും വലിയൊരു പ്രിൻസിപ്പിൾ ആണ് ഡിവിഷൻ ഓഫ് ലേബർ ആൻഡ് സ്പെഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. ഓരോ സ്ഥാപനത്തിൽ നിയോഗിക്കുന്നതായിട്ടുള്ള എംപ്ലോയീസിനെ അവരുടെ സ്കിൽ അനുസരിച്ച് അവരുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് പല കാറ്റഗറീസ് ആയിട്ടാണ് പോസ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ പല ഡിവിഷൻസ് ആയിട്ടാണ് പോസ്റ്റ് ചെയ്യുന്നത്. ആൻഡ് ഈച്ച് വർക്കർ ഈസ് പ്രൊവൈഡഡ് വിത്ത് സെപ്പറേറ്റ് ആൻഡ് സെപ്പറേറ്റ് വർക്ക്സ്. എല്ലാരും കൂടി ചെയ്യുന്നത് ഒരേ ടൈപ്പിലുള്ള ജോലിയല്ല. ഒരു ബിസിനസ് ഓർഗനൈസേഷന്റെ ഒബ്ജക്റ്റീവ്സ് അറ്റൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വർക്കിനെ പല ഡിവിഷൻസ് ആയിട്ട് അല്ലെങ്കിൽ പല ക്ലാസിഫിക്കേഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിൽ ഓരോ ക്ലാസിഫിക്കേഷൻസും പെർഫോം ചെയ്യുന്നതിന് ആവശ്യം വരുന്നതായിട്ടുള്ള കാറ്റഗറിയിലുള്ള ലേബറേഴ്സിനെയാണ് അപ്പോയിന്റ് ചെയ്യുന്നത്. ആൻഡ് ഈച്ച് ആൻഡ് എവരി ലേബറർ ഷുഡ് ബി പ്രൊവൈഡഡ് വിത്ത് സർട്ടൻ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോർ അണ്ടർടേക്കിംഗ് ദെയർ ആക്ടിവിറ്റീസ് ഇൻ ദി ഓർഗനൈസേഷൻ. രാവിലെ മുതൽ വൈകുന്നേരം വരെ ജോലി ചെയ്യുന്നതായിട്ടുള്ള എംപ്ലോയീസിന് ഏതൊക്കെ കാര്യങ്ങൾ ഏത് സമയത്ത് ഏത് രൂപത്തില് എങ്ങനെ ചെയ്യണം എന്നതിനെ സംബന്ധിക്കുന്നതായിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അല്ലെങ്കിൽ അതിനാവശ്യം വരുന്നതായിട്ടുള്ള പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ഗൈഡ് ലൈൻസ് ആയിട്ട് ഓർഡേഴ്സ് ആയിട്ട് ഡയറക്ഷൻസ് ആയിട്ട് കൊടുക്കുക എന്ന് പറയുന്നതാണ് ബ്യൂറോക്രാറ്റിക് സ്റ്റൈൽ ഓഫ് മാനേജ്മെന്റ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു there are 3 levels to business organization in which the top managerial level is responsible to make rules and regulations for the functioning of the organization. അപ്പൊ ടോപ്പ് മാനേജ്മെന്റിൽ ഫംഗ്ഷൻ ചെയ്യുന്നതായിട്ടുള്ള എക്സിക്യൂട്ടീവ്സ് അല്ലെങ്കിൽ മാനേജിംഗ് ഡയറക്ടർ അതല്ല എങ്കിൽ ഡയറക്ടർ ബോർഡ് മെമ്പേഴ്സ് എടുക്കുന്നതായിട്ടുള്ള തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിൽ എംപ്ലോയീസിനെ പല കാറ്റഗറീസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുക. ആ ഡിവൈഡ് ചെയ്യുന്നതായിട്ടുള്ള എംപ്ലോയീസിന് ഓരോ ദിവസത്തിലും ജോലിക്ക് വന്നു കഴിഞ്ഞാല് ഏതൊക്കെ വർക്ക് ഏത് സമയത്ത് ഏത് രൂപത്തില് എങ്ങനെ പെർഫോം ചെയ്യണം എന്നതിനെ സംബന്ധിക്കുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അല്ലെങ്കിൽ ഗൈഡൻസ് പ്രൊവൈഡ് ചെയ്യുക എന്ന് പറയുന്നതാണ് ബ്യൂറോക്രാറ്റിക് സ്റ്റൈൽ ഓഫ് മാനേജ്മെന്റ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി രണ്ടാമത്തത് പറഞ്ഞു അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റൈൽ ഓഫ് മാനേജ്മെന്റ്, വിച്ച് മീൻസ് ദി ബേസിക് മാനേജീരിയൽ ഫംഗ്ഷൻസ് which are to be discharged by a business organization. നമ്മൾ പറഞ്ഞു പ്ലാനിംഗ് മുതൽ കൺട്രോളിംഗ് വരെ ഒരുപാട് മാനേജീരിയൽ ഫംഗ്ഷൻസ് ആണ് ബിസിനസ് ഓർഗനൈസേഷൻസ് ഡിസ്ചാർജ് ചെയ്യാനായിട്ട് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്. അപ്പൊ അതാത് ബിസിനസ് ഓർഗനൈസേഷൻസിന് അതിന്റെ ഒബ്ജക്റ്റീവ്സ് അറ്റൈൻ ചെയ്യുക എന്ന് പറയുന്ന പർപ്പസിന് വേണ്ടിയിട്ട് ഏതെല്ലാം മാനേജീരിയൽ ഫംഗ്ഷൻസ് ആണ് ആവശ്യം വരുന്നത് എങ്കിൽ ആ മാനേജീരിയൽ ഫംഗ്ഷൻസിന് പ്രോപ്പറായിട്ട് പ്രോപ്പർ ടൈമിൽ ഡിസ്ചാർജ് ചെയ്യുമ്പോഴാണ് അതിന്റെ ഒബ്ജക്റ്റീവ്സ് അറ്റൈൻ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ അഡ്മിനിസ്ട്രേറ്റീവ് മീൻസ് ദി ഫ്രെയിമിംഗ് ആൻഡ് ഡിസ്ചാർജിംഗ് ഓഫ് ദി മാനേജീരിയൽ ഫംഗ്ഷൻസ് ഇൻ ദി ബിസിനസ് ഓർഗനൈസേഷൻ. ബേസിക് മാനേജീരിയൽ ഫംഗ്ഷൻസ് ഡിസ്ചാർജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഫ്രെയിം ചെയ്തിട്ടുള്ളതാണ് അഡ്മിനിസ്ട്രേറ്റീവ് സെറ്റപ്പ് അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയ ഓഫ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ആൻഡ് ദ തേർഡ് വൺ ഈസ് സയന്റിഫിക് മാനേജ്മെന്റ്, which is focused on the one best way to do the job in the business organization. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് സയന്റിഫിക് മാനേജ്മെന്റിന്റെ ഡെഫിനിഷൻ. അതാണ് ആർട്ട് ഓഫ് നോയിങ് എക്സാക്ട്ലി വാട്ട് ഈസ് ടു ബി ഡൺ ആൻഡ് ദ ബെസ്റ്റ് വേ ഓഫ് ഡൂയിങ് ഇറ്റ്. അതാണ് സയന്റിഫിക് മാനേജ്മെന്റിന് കൊടുത്തിട്ടുള്ള സിമ്പിൾ ഡെഫിനിഷൻ. ആർട്ട് ഓഫ് നോയിങ് എക്സാക്ട്ലി വാട്ട് ഈസ് ടു ബി ഡൺ ആൻഡ് ദ ബെസ്റ്റ് വേ ഓഫ് ഡൂയിങ് ഇറ്റ്. അപ്പൊ ഏറ്റവും നല്ല ഒരു വഴി ഒരു ബിസിനസ് ഓർഗനൈസേഷൻ ഉദ്ദേശിക്കുന്നതായിട്ടുള്ള വർക്ക് അണ്ടർടേക്ക് ചെയ്യുന്നതിനുള്ള ഏറ്റവും നല്ല വഴി ഏതാണ് എന്നുള്ളത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് സയന്റിഫിക് മാനേജ്മെന്റിന്റെ ആസ്പെക്ട് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ 3 ഡിഫറെന്റ് ഏരിയാസിനെ കവർ ചെയ്തിട്ടാണ് ക്ലാസിക്കൽ തിയറി എന്ന് പറയുന്നത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഒന്ന് സയന്റിഫിക് മാനേജ്മെന്റ് സൈഡ്, രണ്ടാമത്തത് അഡ്മിനിസ്ട്രേറ്റീവ് സൈഡ്, മൂന്നാമത് ബ്യൂറോക്രാറ്റിക് സൈഡ്. റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നതും എംപ്ലോയീസിനെ
ഡിവിഷൻ ഓഫ് ലേബർ ആൻഡ് സ്പെഷ്യലൈസേഷൻ എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ അനുസരിച്ച് കാറ്റഗറൈസ് ചെയ്യുന്നതുമാണ് ബ്യൂറോക്രാറ്റിക് സ്റ്റൈല്. ഡിസ്ചാർജിംഗ് ദ മാനേജീരിയൽ ഫംഗ്ഷൻസ് ഈസ് ദ അഡ്മിനിസ്ട്രേറ്റീവ് സൈഡ് ആൻഡ് ഫൈൻഡിംഗ് വൺ ബെസ്റ്റ് വേ ടു ഡു ദ ജോബ് ഓഫ് ദി ഓർഗനൈസേഷൻ ഈസ് ദ സയന്റിഫിക് ആസ്പെക്ട് ഓഫ് ദി മാനേജ്മെന്റ് ഇൻ ബിസിനസ് ഓർഗനൈസേഷൻസ്. ഇനി നമ്മൾ പറഞ്ഞത് സയന്റിഫിക് തിയറീസ് ഓഫ് മാനേജ്മെന്റ് എന്ന് ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ പറഞ്ഞു കഴിഞ്ഞാല്, അല്ലെങ്കിൽ ക്ലാസിക്കൽ തിയറി എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാല്, ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ ലോവർ മാനേജ്മെന്റ് അനാലിസിസ്. മെയിൻ ആയിട്ട് നമ്മൾ ഇമ്പോർട്ടൻസ് സയന്റിഫിക് മാനേജ്മെന്റിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ലോവർ മാനേജീരിയൽ ലെവലിനാണ്. കാരണം ദ ആക്ടിവിറ്റി ഓഫ് എ ബിസിനസ് ഓർഗനൈസേഷൻ ഈസ് achieved through the work done by others, and the real workers of the business organizations are coming under the lower managerial level. ഇപ്പോൾ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ എന്ത് ചെയ്യണം എന്ന് ടോപ്പ് എക്സിക്യൂട്ടീവ് ഡിസൈഡ് ചെയ്യുന്നു. ആ ഡിസൈഡ് ചെയ്യുന്ന കാര്യങ്ങൾക്കനുസരിച്ച് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്ന് ഡിപ്പാർട്ട്മെന്റ് ഹെഡ്സിന് നിർദ്ദേശം കൊടുക്കുന്നു. ആ ഡിപ്പാർട്ട്മെന്റ് ഹെഡ്സ് ആണ് അവരുടെ കീഴിൽ ജോലി ചെയ്യുന്നതായിട്ടുള്ള ആളുകളെ കൊണ്ട് ബിസിനസ് ഓർഗനൈസേഷന്റെ ഒബ്ജക്റ്റീവ്സ് അറ്റൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യിപ്പിക്കുന്നത്. അപ്പൊ ഈ വർക്ക് ചെയ്യിപ്പിക്കുന്നത് അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്ന എന്ന് പറയുന്ന ആളുകൾ ലോവർ ഡിവിഷനിലാണ്, അല്ലെങ്കിൽ ബോട്ടം മാനേജീരിയൽ ലെവലിലാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ടാണ് സയന്റിഫിക് മാനേജ്മെന്റിനെ ലോവർ മാനേജ്മെന്റ് അനാലിസിസ് ആയിട്ട് നമ്മൾ കണക്കാക്കുന്നത്. ദ ആക്ച്വൽ വർക്കേഴ്സ് who are contributing to the achievement of the business objectives are coming under the lower managerial level. അപ്പൊ ലോവർ ലെവലിൽ വർക്ക് ചെയ്യുന്നതായിട്ടുള്ള എംപ്ലോയീസിന്റെ ആക്ച്വൽ ആയിട്ടുള്ള ഡെഡിക്കേഷൻ അല്ലെങ്കിൽ അവരുടെ ആക്ച്വൽ ആയിട്ടുള്ള സർവീസിന്റെ റിസൾട്ട് എന്ന് പറയുന്നതാണ് ബിസിനസ് ഓർഗനൈസേഷന്റെ ഒബ്ജക്റ്റീവ്സ് അറ്റൈൻ ചെയ്യാനായിട്ട് സാധിക്കുന്നതിന്റെ നിദാനമായിട്ട് കണക്കാക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ് സയന്റിഫിക് മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ അത് ഏറ്റവും കൂടുതലായിട്ട് കണക്ട് ചെയ്യുന്നത് ലോവർ മാനേജീരിയൽ ലെവലിനെയാണ് എന്ന് പറയാനുള്ള കാരണം. ഇനി രണ്ടാമത് പറയുന്നത് ഇറ്റ് ഈസ് എ കോംപ്രിഹെൻസീവ് അനാലിസിസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെന്റ്. നമ്മൾ പറഞ്ഞു അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെന്റ് എന്ന് പറയുന്നതാണ് ദ ഡിസ്ചാർജിംഗ് ഓഫ് ദി മാനേജീരിയൽ ഫംഗ്ഷൻസ്. നമ്മൾ പറഞ്ഞിട്ടുള്ള പ്ലാനിംഗ് മുതൽ കൺട്രോളിംഗ് വരെയുള്ള ഫംഗ്ഷൻസ് പ്രോപ്പറായിട്ട് ഡിസ്ചാർജ് ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ എത്ര നല്ല ബിസിനസ് ഓർഗനൈസേഷൻ ഏതൊക്കെ ഇൻഫ്രാസ്ട്രക്ചറൽ ഫെസിലിറ്റിയോട് കൂടി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് കാര്യമില്ല. വർക്ക് റിസൾട്ട് ഉണ്ടാകണമെങ്കിൽ ദർ ഷുഡ് ബി ദ ഡിസ്ചാർജിംഗ് ഓഫ് ദി മാനേജീരിയൽ ഫംഗ്ഷൻസ്. അപ്പൊ സമഗ്രമായിട്ട് ആലോചിക്കുക. ഇപ്പൊ ഒരുപാട് ഫംഗ്ഷൻസ് ഉണ്ട്. മാനേജീരിയൽ ഫംഗ്ഷൻസ് പറഞ്ഞിട്ട് ഒരുപാട് ഫംഗ്ഷൻസ് പല അതോറിറ്റീസ് പല സമയങ്ങളിലായിട്ട് പറഞ്ഞിട്ടുണ്ട്. എല്ലാ ഫംഗ്ഷൻസും കൂടി എല്ലാ ഓർഗനൈസേഷനും ഡിസ്ചാർജ് ചെയ്യേണ്ട ആവശ്യമൊന്നും വരില്ല. അപ്പൊ അക്കോർഡിംഗ് ടു ദ നേച്ചർ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ and according to the aims and objectives for which the business organization is constituted and how many employees are to be controlled within the business organization, on the basis of which are the functions to be discharged by the business organization should be decided. ഈ എല്ലാ ഓർഗനൈസേഷൻസിനും അതിന്റെ സൈസ് അനുസരിച്ച്, അതേപോലെ തന്നെ അത് അണ്ടർടേക്ക് ചെയ്യുന്ന ആക്ടിവിറ്റീസിനനുസരിച്ച് എത്രമാത്രം എംപ്ലോയീസിനെയാണ് അവിടെ വർക്കിന് വേണ്ടിയിട്ട് അഡോപ്റ്റ് ചെയ്യുന്നത് എന്നുള്ളതിനനുസരിച്ചാണ് ഏതൊക്കെ മാനേജീരിയൽ ഫംഗ്ഷൻസ് ആണ് ഡിസ്ചാർജ് ചെയ്യേണ്ടുന്നത് എന്ന് ഡിസൈഡ് ചെയ്യുന്നത്. ഏത് ഓർഗനൈസേഷൻ ആണെങ്കിലും പ്ലാനിംഗ്, ഓർഗനൈസിംഗ്, കമ്മ്യൂണിക്കേറ്റിംഗ്, കൺട്രോളിംഗ് എന്നൊക്കെ പറയുന്ന ഫംഗ്ഷൻസ് ഡിസ്ചാർജ് ചെയ്യാതെ ഒരു നിവൃത്തിയില്ല. അതിന് പുറമെ വരുന്ന മാനേജീരിയൽ ഫംഗ്ഷൻസിൽ ഏതൊക്കെ ഫംഗ്ഷൻസ് ആണ് ആ ബിസിനസ് ഓർഗനൈസേഷന്റെ വർക്ക് അറ്റൈൻ ചെയ്യുന്നതിന് അത്യാവശ്യമായിട്ടുള്ളത് എന്ന് ബിസിനസ് ഓർഗനൈസേഷൻ സ്വമേധയ ഡിസൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അതാണ് കോംപ്രിഹെൻസീവ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെന്റ് ഓഫ് ദി ബിസിനസ് ഓർഗനൈസേഷൻ. പിന്നെ പറഞ്ഞു ബ്യൂറോക്രാറ്റിക് മാനേജ്മെന്റ് എന്ന് പറഞ്ഞു. ദ ഡിസിഷൻസ് ആർ ടേക്കൺ ബൈ ദ ടോപ്പ് മാനേജീരിയൽ ലെവൽ ആൻഡ് ഇറ്റ് ഈസ് ടു ബി എക്സിക്യൂട്ടഡ് ത്രൂ ദ മിഡിൽ ലെവൽ ആൻഡ് ദ സൂപ്പർവൈസറി ലെവൽ, ആൻഡ് they should
the actual workers of the business organization should be directed and controlled properly by giving orders and directions. അപ്പൊ പോളിസീസ് ഫ്രെയിം ചെയ്യുക, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫ്രെയിം ചെയ്യുക, അത് ആക്ച്വലി ലോവർ മാനേജീരിയൽ ലെവൽ എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുന്ന ഒരു സ്റ്റൈൽ ഓഫ് മാനേജ്മെന്റ് എന്ന് പറയുന്നതാണ് ബ്യൂറോക്രാറ്റിക് സ്റ്റൈൽ ഓഫ് മാനേജ്മെന്റ്. ഇനി ഈ ക്ലാസിക്കൽ തിയറി എന്ന് പറയുന്നതിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് പ്രധാനമായിട്ടും FW ടൈലർ ആണ്. കാരണം നമുക്കറിയാം FW ടൈലർ ഈസ് റിഗാർഡഡ് ആസ് ദി ഫാദർ ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ്. അപ്പൊ സയന്റിഫിക് ആസ്പെക്ട് എന്ന് പറയുന്നതിനാണ് ഈ ക്ലാസിക്കൽ തിയറിയിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്നുള്ളത് കൊണ്ട് ക്ലാസിക്കൽ അപ്രോച്ചിന്റെ ഒരു സപ്പോർട്ടർ ആയിട്ട് നമ്മൾ കണക്കാക്കുന്ന ഒരാളാണ് FW ടൈലർ. ആൻഡ് ദ അതർ പേഴ്സൺ ഈസ് ഹെൻറി ഫയോൾ, ഹു ഈസ് കൺസിഡറിംഗ് ആസ് ദി ഫാദർ ഓഫ് മോഡേൺ മാനേജ്മെന്റ്. ഇന്ന് കാണുന്ന മാനേജ്മെന്റ് സിസ്റ്റത്തിന്റെ ഫാദർ ആയിട്ട് കണക്കാക്കുന്നത് ഹെൻറി ഫയോൾ ആണ്. ഹെൻറി ഫയോളിന്റെ കുറേയേറെ ആസ്പെക്റ്റുകൾ ഈ ക്ലാസിക്കൽ തിയറി അനുസരിച്ച് ബിസിനസ് ഓർഗനൈസേഷൻസ് മാനേജ് ചെയ്യുമ്പോൾ അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതില് ഒന്നാമത്തെ പ്രിൻസിപ്പിൾ ആണ് ഹെൻറി ഫയോളിന്റെ ഒന്നാമത്തെ പ്രിൻസിപ്പിൾ ആണ് ഡിവിഷൻ ഓഫ് ലേബർ എന്ന് പറയുന്നത്. അത് നമ്മൾ ഹൈലൈറ്റ് ചെയ്തിട്ട് പറഞ്ഞു. ബ്യൂറോക്രാറ്റിക് സ്റ്റൈല് എന്ന് പറയുമ്പോൾ ഡിവിഷൻ ഓഫ് ലേബർ ഈസ് കൺസിഡറിംഗ് ആസ് ദ മോസ്റ്റ് ഇസെൻഷ്യൽ എലിമെന്റ്. അപ്പൊ ഹെൻറി ഫയോൾ എന്ന് പറയുന്ന ആളും ഈ പറയുന്ന മാനേജ്മെന്റ് സ്റ്റൈലിനെ, ക്ലാസിക്കൽ തിയറി ഓഫ് മാനേജ്മെന്റിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളാണ്. പിന്നെ അതിന് പുറമെ ഗിൽബർട്ട്, ഫ്രാങ്ക് ഗിൽബർട്ട്, ലിനൻ ഗിൽബർട്ട് തുടങ്ങിയിട്ടുള്ള, അതേമാതിരി മാക്സ് വേബർ എന്നൊക്കെ പറയുന്ന ആളുകളും ക്ലാസിക്കൽ തിയറിയെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ടുള്ള ആളുകളാണ്. അപ്പൊ സിമ്പിൾ ആയിട്ട് നമ്മൾ പറഞ്ഞാല് ഹ്യൂമൻ എലിമെന്റിന് അല്ലെങ്കിൽ വർക്കേഴ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതിനേക്കാൾ അല്ലെങ്കിൽ അവരുടെ സാറ്റിസ്ഫാക്ഷൻ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതിനേക്കാൾ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ ക്ലാസിക്കൽ അപ്രോച്ച് അനുസരിച്ചാണ് ഫംഗ്ഷൻ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് എങ്കിൽ അവിടെ സയന്റിഫിക് മാനേജ്മെന്റ് സ്റ്റൈല്, അതേപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെന്റ് സ്റ്റൈല്, ബ്യൂറോക്രാറ്റിക് മാനേജ്മെന്റ് സ്റ്റൈല് എന്ന് പറയുന്ന 3 ഡിഫറെന്റ് ഏരിയാസ് എംപ്ലോയീസിന് കാര്യമായിട്ടുള്ള പ്രാധാന്യം കൊടുക്കാതെ അഡോപ്റ്റ് ചെയ്യുകയും അതിന്റെ അടിസ്ഥാനത്തിൽ എഫിഷ്യൻസി അല്ലെങ്കിൽ പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിക്കുകയും കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കുറയ്ക്കുകയും ചെയ്യുക എന്നുള്ള അണ്ടർലൈനിങ് പോയിന്റ്സ് ആണ് ക്ലാസിക്കൽ അപ്രോച്ചില് അല്ലെങ്കിൽ ക്ലാസിക്കൽ സ്കൂൾ ഓഫ് തോട്ട് എന്ന് പറയുന്നത് ഹൈലൈറ്റ് ചെയ്യുന്നത്. ഇനി മൂന്നാമത്തെ സ്കൂൾ ഓഫ് തോട്ട് എന്ന് പറയുന്നതാണ് നിയോ ക്ലാസിക്കൽ അപ്രോച്ച്. ക്ലാസിക്കൽ അപ്രോച്ചിന്റെ നേരെ വിപരീതമായിട്ടുള്ള ആസ്പെക്ട്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നിയോ ക്ലാസിക്കൽ അപ്രോച്ച് എന്ന് പറയുന്നത് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ദ ഫൗണ്ടർ ഓഫ് ദിസ് അപ്രോച്ച് ഈസ് എൽട്ടൺ മായോ. എൽട്ടൺ മായോ എന്ന് പറയുന്ന മാനേജ്മെന്റ് തിങ്കർ ഡെവലപ്പ് ചെയ്തിട്ടുള്ള തിയറി എന്ന് പറയുന്നതാണ് ഈ പറയുന്ന നിയോ ക്ലാസിക്കൽ അപ്രോച്ച്. ജോർജ് എൽട്ടൺ മായോ എന്നാണ് അദ്ദേഹത്തിന്റെ മുഴുവനായിട്ടുള്ള പേര്. അദ്ദേഹമാണ് നിയോ ക്ലാസിക്കൽ അപ്രോച്ചിന്റെ ഫൗണ്ടർ ആയിട്ട് കണക്കാക്കുന്നത്. ഇറ്റ് ഈസ് ആൻ എക്സ്റ്റൻഷൻ ഓവർ ദ ക്ലാസിക്കൽ തിയറി ഓഫ് മാനേജ്മെന്റ്. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ ക്ലാസിക്കൽ തിയറിക്ക് കുറച്ചും കൂടി എക്സ്റ്റൻഷൻ അല്ലെങ്കിൽ അതിന് കുറച്ചും കൂടി ഡെപ്ത് കൊടുത്തിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു അപ്രോച്ച് എന്ന് പറയുന്നതാണ് നിയോ ക്ലാസിക്കൽ അപ്രോച്ച് എന്ന് പറയുന്നത്. ആൻഡ് ദ ഇമ്പോർട്ടൻസ് ഈസ് ഗിവൺ ഇൻ ദ നിയോ ക്ലാസിക്കൽ അപ്രോച്ച് to behavioral science of the human beings in the business organization. എംപ്ലോയീസിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കിട്ടത്തക്ക രീതിയിൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു തിയറി എന്ന് പറയുന്നതാണ് നിയോ ക്ലാസിക്കൽ അപ്രോച്ച് എന്ന് പറയുന്നത്. നമ്മൾ ക്ലാസിക്കൽ തിയറി പറഞ്ഞപ്പോൾ പറഞ്ഞു ദി സ്ട്രക്ചർ ആൻഡ് ദ ഫിസിക്കൽ അസെറ്റ്സ് ഓഫ് ദി ബിസിനസ് ഓർഗനൈസേഷൻ ആർ പ്രൊവൈഡഡ് വിത്ത് പ്രയോറിറ്റി ഇൻ ക്ലാസിക്കൽ അപ്രോച്ച്. എംപ്ലോയീസ് എന്ന് പറയുന്ന ആസ്പെക്റ്റിന് അമിതമായിട്ടുള്ള പ്രാധാന്യം കൊടുക്കാതെ സയന്റിഫിക് ആയിട്ടുള്ള മെത്തേഡ്സും അതേപോലെ തന്നെ ബിസിനസ് ഓർഗനൈസേഷന്റെ ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റും കൂടി ക്ലബ് ചെയ്തിട്ട് ഒരു ബിസിനസ് ഓർഗനൈസേഷന് മാക്സിമം പ്രൊഡക്ടിവിറ്റി വിത്ത് ലോവർ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് വൺ ബെസ്റ്റ് വേ ഓഫ് ഡൂയിങ് ദ ജോബ് ഈസ് ഹൈലൈറ്റഡ് ഇൻ ദ ക്ലാസിക്കൽ അപ്രോച്ച് ഓർ ഇൻ ദ ക്ലാസിക്കൽ തിയറി ഓഫ് മാനേജ്മെന്റ്. അതിന് പകരം അപ്പൊ അവിടെ ഹ്യൂമൻ എലിമെന്റ് എന്ന് പറയുന്നത് കാര്യമായിട്ട് കൺസിഡർ ചെയ്യുകയേ ചെയ്യുന്നില്ല. ബിസിനസ് ഓർഗനൈസേഷൻ
ഓർഗനൈസേഷന്റെ ഒബ്ജക്റ്റീവ്സ് അറ്റൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ലോവർ ലെവലിൽ വർക്ക് ചെയ്യുന്നതായിട്ടുള്ള വർക്കേഴ്സിന്റെ സർവീസ് പരമാവധി പ്രയോജനപ്പെടുത്തണം. അതിനു വേണ്ടിയിട്ട് അവരെ പ്രോപ്പറായിട്ട് ഡയറക്റ്റ് ചെയ്യണം, കൺട്രോൾ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അവര് ഹ്യൂമൻ ബീയിങ്സ് ആണ്, അല്ലെങ്കിൽ സോഷ്യൽ ബീയിങ്സ് ആണ്. ആൻഡ് ദേ ആർ ഹാവിംഗ് സോ മെനി സോഷ്യൽ ആസ്പെക്ട് ആൻഡ് ഇറ്റ് ഈസ് നോട്ട് അറ്റ് ഓൾ ഹൈലൈറ്റഡ് എനിവർ ഇൻ ദി ക്ലാസിക്കൽ തിയറി. ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഡിമെറിറ്റ് ഓഫ് ദിസ് തിയറി ഡെവലപ്ഡ് ബൈ F.W. ടൈലർ, ഹെൻറി ഫയോൾ എക്സെട്ര. അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഒരു ബിസിനസ് ഓർഗനൈസേഷൻ എത്ര മോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള ടെക്നിക്സ് ഉപയോഗിച്ചിട്ട് ആക്ടിവിറ്റീസ് അണ്ടർടേക്ക് ചെയ്യാനായിട്ട് തീരുമാനിച്ചാലും ബിഹൈൻഡ് ദാറ്റ് പർട്ടിക്കുലർ ആക്ടിവിറ്റീസ് ദർ ഷുഡ് ബി എ ഹ്യൂമൻ ബീയിങ്. മനുഷ്യ പ്രയത്നം എന്ന് പറയുന്നതിനെ പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്തിട്ട് ഒരു ബിസിനസ് ഓർഗനൈസേഷനും എത്രമാത്രം ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ എത്രമാത്രം സോഫിസ്റ്റിക്കേറ്റഡ് ടെക്നോളജി ഉപയോഗിക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട് എന്ന് പറഞ്ഞാലും ആ ബിസിനസ് ഓർഗനൈസേഷൻ ആക്ടിവിറ്റീസ് ഉദ്ദേശിക്കുന്ന രൂപത്തിൽ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പൊ ഹ്യൂമൻ എലിമെന്റ് അല്ലെങ്കിൽ വർക്കേഴ്സ് അപ്പോയിന്റഡ് ഇൻ ദ ബിസിനസ് ഓർഗനൈസേഷൻ ആർ ഹാവിംഗ് സർട്ടൻ സോഷ്യൽ നീഡ്സ് ആൻഡ് ഇറ്റ് ഷുഡ് ബി കൺസിഡേർഡ് വൈൽ പെർഫോമിംഗ് ദ ആക്ടിവിറ്റീസ് ഓഫ് എ ബിസിനസ് ഓർഗനൈസേഷൻ. അതാണ് ക്ലാസിക്കൽ തിയറി ഹൈലൈറ്റ് ചെയ്യുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്. ഹ്യൂമൻ റിലേഷൻ ആൻഡ് ഹ്യൂമൻ ബിഹേവിയർ എന്ന് പറയുന്ന രണ്ട് ഡിഫറന്റ് ആസ്പെക്ട്സിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് നിയോ ക്ലാസിക്കൽ തിയറി എന്ന് പറയുന്നത് എൽട്ടൺ മായോ എന്ന് പറയുന്ന മാനേജ്മെന്റ് തിങ്കർ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഹി സേസ് ദാറ്റ് the employee's relation with the organization is the most important aspect, and that is why this theory is also called by the term the behavioral theory or human relations approach. നിയോക്ലാസിക്കൽ തിയറിയെ വിളിക്കുന്ന വേറെ രണ്ട് പേര് എന്ന് പറയുന്നതാണ് ബിഹേവിയറൽ തിയറി ആൻഡ് അതർ വൺ ഈസ് ഹ്യൂമൻ റിലേഷൻസ് അപ്രോച്ച്. ബിക്കോസ് എൽട്ടൺ മായോ ഹൈലൈറ്റഡ് ദ എലിമെന്റ് ഓഫ് ദി ഹ്യൂമൻ ബീയിങ്സ് ഇൻ എ ബിസിനസ് ഓർഗനൈസേഷൻ. എത്രമാത്രം ഇൻഫ്രാസ്ട്രക്ചറൽ ഫെസിലിറ്റീസും എത്രമാത്രം ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റും എത്രമാത്രം മോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള മെഷീനറീസും ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഒരു ബിസിനസ് ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം ഓർഗനൈസേഷൻ is only a social system and the performance does not affect the human actions in a business organization. ഒരു ഓർഗനൈസേഷന് എന്ത് വേണമെങ്കിലും തീരുമാനിക്കാം, എന്ത് ആക്ടിവിറ്റീസ് അണ്ടർടേക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണെങ്കിലും ഒരു ബിസിനസ് ഓർഗനൈസേഷൻ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ബട്ട് ദ ഡിസിഷൻ ടേക്കൺ ബൈ ദ അതോറിറ്റീസ് for the attainment of the business objectives does not affect the human relations in the business organization or human actions in the business organization. മനുഷ്യര് എന്ന് പറഞ്ഞാല് ഒരു ഓർഗനൈസേഷനിൽ അപ്പോയിന്റ് ചെയ്യുന്നതായിട്ടുള്ള എംപ്ലോയീസിന് സ്വതന്ത്രമായിട്ട് കാര്യങ്ങൾ തീരുമാനിക്കാനും അവരെ ഏൽപ്പിച്ചിട്ടുള്ള വർക്ക് അവരുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിനനുസരിച്ച് പെർഫോം ചെയ്യാനും കഴിയുന്ന ഒരു അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ലെങ്കിൽ ഒരു കാരണവശാലും ഒരു ബിസിനസ് ഓർഗനൈസേഷൻ എന്തൊക്കെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്താലും ആ ഉദ്ദേശ ലക്ഷ്യങ്ങൾ കൃത്യസമയത്തിനുള്ളിൽ അറ്റൈൻ ചെയ്യാനായിട്ട് സാധിക്കില്ല. സോ എവരി ഓർഗനൈസേഷൻ ഷുഡ് കൺസിഡർ ദ ഹ്യൂമൻ ആസ്പെക്ട് ഓഫ് ദി ബിസിനസ് ഓർഗനൈസേഷൻ. ഹ്യൂമൻ എലിമെന്റ് എന്ന് പറയുന്നതിന് അല്ലെങ്കിൽ വർക്കേഴ്സ് അല്ലെങ്കിൽ എംപ്ലോയീസ് എന്ന് പറയുന്ന ആ ഒരു എലിമെന്റിന് യാതൊരു ഇമ്പോർട്ടൻസും കൊടുക്കാതെ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ ഒരു കാരണവശാലും അത് ഉദ്ദേശിക്കുന്നതായിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് എന്താണോ ആ ഒബ്ജക്റ്റീവ്സ് അറ്റൈൻ ചെയ്യാനായിട്ട് സാധിക്കില്ല എന്നാണ് ഈ തിയറി ഹൈലൈറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ തിയറിയെ രണ്ട് സോഴ്സസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. വൺ സോഴ്സ് ഈസ് കോൾഡ് ഹ്യൂമൻ റിലേഷൻസ് മൂവ്മെന്റ് ആൻഡ് ദി അതർ മൂവ്മെന്റ് ഈസ് കോൾഡ് ബിഹേവിയറൽ മൂവ്മെന്റ്. ഞാൻ പറഞ്ഞു രണ്ട് ആസ്പെക്റ്റിനാണ് ഈ തിയറി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പൊ ഹ്യൂമൻ ആസ്പെക്റ്റിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് ഹൈലൈറ്റ് ചെയ്യുന്നതായിട്ടുള്ള പോയിന്റ്സിന് രണ്ട് ആസ്പെക്റ്റ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഒന്നാമത്തെ ആസ്പെക്ട് എന്ന് പറയുന്നത് ഹ്യൂമൻ റിലേഷൻസ് മൂവ്മെന്റ്, രണ്ടാമത്തെ ആസ്പെക്ട് എന്ന് പറയുന്നത് ബിഹേവിയറൽ മൂവ്മെന്റ്. ഹ്യൂമൻ റിലേഷൻസ് മൂവ്മെന്റ് ആൻഡ് ബിഹേവിയറൽ മൂവ്മെന്റ്, അങ്ങനെ രണ്ട് ആസ്പെക്റ്റ് ആയിട്ടാണ് നിയോ ക്ലാസിക്കൽ തിയറിയിൽ എക്സ്പ്ലനേഷൻസ് എൽട്ടൺ മായോ എന്ന് പറയുന്ന
മാനേജ്മെന്റ് തിങ്കർ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഇനി ഫസ്റ്റ് ഹ്യൂമൻ റിലേഷൻസ് മൂവ്മെന്റ്. ഹ്യൂമൻ റിലേഷൻസ് മൂവ്മെന്റ് എന്ന് പറഞ്ഞാല് ഹൗ പീപ്പിൾ റിലേറ്റ് ആൻഡ് ഇന്ററാക്ട് ഇൻ എ ബിസിനസ് ഓർഗനൈസേഷൻ. ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ അപ്പോയിന്റ് ചെയ്തിട്ടുള്ള ആളുകള് അവര് തമ്മിലുള്ള ഹ്യൂമൻ റിലേഷൻസ് എങ്ങനെയാണ്, ആളുകള് എങ്ങനെയാണ് ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ പരസ്പരം ഇന്ററാക്ട് ചെയ്യുന്നത്. ചില സ്ഥാപനങ്ങളില് നമ്മൾ നോക്കിക്കഴിഞ്ഞാല് പരസ്പരം മിണ്ടാനോ അല്ലെങ്കിൽ പരസ്പരം ഏതെങ്കിലും വിധത്തില് അവരുടെ ആശയവിനിമയം നടത്താനോ സാധിക്കാത്തൊരു സിറ്റുവേഷനിലായിരിക്കും ആളുകൾ വർക്ക് ചെയ്യാനായിട്ട് നിർബന്ധിതരാകുന്നത്. പരസ്പരം കാണാനോ മിണ്ടാനോ അല്ലെങ്കിൽ അവർക്കുള്ള പ്രയാസങ്ങള് മറ്റുള്ള ആൾക്കാരുമായിട്ട് ഷെയർ ചെയ്യാനോ ഒന്നും കഴിയാത്ത ഒരു സിറ്റുവേഷനിലായിരിക്കും എംപ്ലോയീസ് അവരുടെ ആക്ടിവിറ്റീസ് അണ്ടർടേക്ക് ചെയ്യേണ്ടുന്നത്. ഇറ്റ് ഈസ് കോൾഡ് എ ഫോർമൽ ഓർഗനൈസേഷൻ സെറ്റപ്പ്. But for the growth and prosperity of the business organization, formal organization is needed. But anyhow, it should be connected with informal organization. ഇപ്പൊ നമ്മൾ ജോലിക്ക് കയറി കഴിഞ്ഞാല് ആ ജോലി ചെയ്യുന്ന സമയത്ത് നമ്മളെല്ലായ്പ്പോഴും ആക്ടിവിറ്റീസ് അണ്ടർടേക്ക് ചെയ്യുന്നത് ഫോർമൽ സ്റ്റൈലിൽ മാത്രമായിരിക്കും. ഇപ്പൊ ഒരു ടീച്ചർ ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് ക്ലാസ്സിൽ വന്നു കഴിഞ്ഞാല് ആ ക്ലാസ് ടൈം തീരുന്നത് വരെ ടീച്ചർ സ്റ്റുഡന്റ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഫോർമൽ സ്റ്റൈലാണ്. പക്ഷെ ക്ലാസിന്റെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ടീച്ചർ സ്റ്റുഡന്റിനെ കാണുമ്പോഴോ അല്ലെങ്കിൽ സ്റ്റുഡന്റ് ടീച്ചറെ കാണുമ്പോഴോ ഒരു കാരണവശാലും പരസ്പരം സംസാരിക്കേ അല്ലെങ്കിൽ പരസ്പരം കാര്യങ്ങൾ ചോദിക്കേ യാതൊരു വിധത്തിലുള്ള റിലേഷൻസും മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല എങ്കിൽ ഇറ്റ് വിൽ ക്രിയേറ്റ് സ്ട്രെസ് ആൻഡ് ടെൻഷൻ ടു ദ കൺസേൺഡ് പേഴ്സൺസ്. നമ്മളുടെ മനസ്സിലൊക്കെ ഒരുപാട് സമ്മർദ്ദങ്ങൾ ഉണ്ടാവും. നമ്മൾ ഒരു സ്ഥാപനത്തിൽ ചെല്ലുമ്പോൾ ഒരാളെ കാണുന്നു, ആ ആളെ കാണുന്ന സമയത്ത് അവരിങ്ങനെ നല്ല ഗംഭീരമായിട്ട് നമ്മളോടൊന്നും ഉണ്ട് അല്ലെങ്കിൽ യാതൊരു വിധത്തിൽ നമ്മളെ നോക്കുകയോ ഒന്നും ചെയ്യാതെ ഇരുന്ന് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമ്മളുടെ മനസ്സിൽ തോന്നുന്നത് അവര് വളരെ കൂടുതൽ സ്ട്രിക്റ്റ് ആണ്, നമുക്ക് ഇന്ററാക്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല, നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളൊരു തോന്നൽ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾക്ക് തമ്മിൽ ഒരു അകൽച്ച എന്ന് പറയുന്നത് ഫീൽ ചെയ്യും. ഈ അകൽച്ച എന്ന് പറയുന്നത് ഫീൽ ചെയ്യാതിരിക്കണമെങ്കിൽ നമുക്കുള്ള ഒരേ ഒരു മാർഗം എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷനാണ്. നമ്മളുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ മറ്റുള്ള ആളുകളിൽ നിന്ന് അകന്നു പോകുന്നത് അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾക്ക് നമ്മൾ സ്വീകാര്യരല്ലാതെ വരുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പാണ്. നമ്മൾ പല ആൾക്കാരോടും തെറ്റുന്നതും പിരിയുന്നതും ഒക്കെ ഒരു പരിധി വരെ കറക്റ്റ് ആയിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടുന്ന കാര്യങ്ങള് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടുന്ന സമയത്ത് ചെയ്യില്ല, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ചെയ്യും. നിങ്ങൾ ഗ്രേപ്പ് വൈൻ കമ്മ്യൂണിക്കേഷൻ എന്ന് പഠിച്ചിട്ടുണ്ടാവും. അനാവശ്യമായിട്ടുള്ള ഗോസിപ്പുകൾ അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ നമ്മളോട് പറഞ്ഞിട്ടുള്ളതിൽ അതിൽ നമ്മളുടെ വക കുറേയും കൂടി ചേർത്തിട്ട് നമ്മൾ പിന്നെ ഒരാളോട് പറയും, അവരുടെ വക കുറച്ചുകൂടി ചേർത്തിട്ട് പിന്നെ ഒരാളോട് പറയും. അപ്പൊ യഥാർത്ഥത്തിൽ ഉണ്ടായിട്ടുള്ള സത്യം എന്താണ്, ആ സത്യമല്ല ആൾക്കാർക്കിടയിൽ പ്രചരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം ഈ സോഷ്യൽ മീഡിയാസ് ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നതിന്റെ വലിയ ഒരു പോരായ്മ എന്ന് പറയുന്നത് അതാണ്. സത്യങ്ങളെക്കാൾ കൂടുതൽ അസത്യങ്ങളായിട്ടുള്ള കാര്യങ്ങൾ പ്രചരിക്കുന്നു. അതാണ് സത്യം എന്നുള്ളത് ആൾക്കാർ വിശ്വസിച്ചു കഴിഞ്ഞാല് പിന്നെ യഥാർത്ഥത്തിൽ എന്താണോ സത്യം അത് ആളുകളെ പറഞ്ഞു ബോധ്യപ്പെടുത്തുക എന്ന് പറയുന്നത് വളരെ കൂടുതൽ ബുദ്ധിമുട്ടാണ്. ഇത് സോഷ്യൽ സെറ്റപ്പിൽ മാത്രമല്ല ബിസിനസ് ഓർഗനൈസേഷൻസിൽ സംഭവിക്കുന്നത് അങ്ങനെ തന്നെയാണ്. അപ്പൊ ആളുകൾക്ക് അവർക്ക് സ്ട്രെസ് ഫ്രീ ആയിട്ട് അല്ലെങ്കിൽ സാറ്റിസ്ഫാക്ഷനോട് കൂടി ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യണമെങ്കിൽ ശമ്പളം അല്ലെങ്കിൽ മറ്റുള്ള ഇൻസെന്റീവ്സ് മാത്രം കൊടുത്താൽ പോരാ. അവർക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ട് വർക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ബിസിനസ് ഓർഗനൈസേഷന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്ട് ആണ്. സോ ഫോർ ദാറ്റ് ദർ ഷുഡ് ബി ഫോർമൽ ഓർഗനൈസേഷൻ ആൻഡ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ. ഫോർമൽ ആയിട്ടുള്ള ഒരു സെറ്റപ്പ് ഇല്ല. തോന്നിയ പോലെയാണെങ്കിൽ ആൾക്കാർ തോന്നുന്ന നേരത്ത് വരും, തോന്നുന്ന സമയത്ത് പോകും, തോന്നുന്നത് പോലെ ജോലി ചെയ്യും. അപ്പൊ ഒരിക്കലും ബിസിനസ് ഓർഗനൈസേഷൻ എക്സ്പെക്ട് ചെയ്യുന്നതായിട്ടുള്ള റിസൾട്ട് സ്പെസിഫൈഡ് ടൈമിനുള്ളിൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പൊ എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള റിസൾട്ട് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഫോർമൽ ഓർഗനൈസേഷൻ വേണം. ആളുകൾ നമുക്ക് അറിയാം, മിക്കവാറും എല്ലാ ഓർഗനൈസേഷൻസിലും പഞ്ചിങ് ടൈം കൊടുത്തിട്ടുണ്ട്. അതല്ലെങ്കിൽ കാർഡ് കൊടുത്തിട്ടുണ്ട്. ആ കാർഡ് കറക്റ്റ് ആയിട്ടുള്ള മെഷീനിൽ കൃത്യസമയത്ത് ഇട്ട്
കഴിഞ്ഞാൽ മാത്രമേ അറ്റൻഡൻസ് മാർക്ക് ചെയ്യുള്ളൂ. അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുത്താനുള്ള കാരണം എന്ന് പറയുന്നത് എംപ്ലോയീസ് തന്നെയാണ്. കൃത്യസമയത്ത് റിപ്പോർട്ട് ചെയ്യാതെ ഇപ്പൊ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിലൊക്കെ നിങ്ങൾ ന്യൂസ് പേപ്പറിലും TV മാധ്യമങ്ങളിലും ഒക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. സമയത്ത് റിപ്പോർട്ട് ചെയ്യാതെ തോന്നുന്ന സമയത്ത് വരുന്നു, തോന്നുന്ന സമയത്ത് പോകുന്നു. അവരെ ഏൽപ്പിക്കുന്നതായിട്ടുള്ള ജോലികളൊന്നും തീർക്കാത്തത് കൊണ്ട് ഫയലുകൾ ഇങ്ങനെ അവരുടെ മുന്നിൽ ഇങ്ങനെ കൂനയായിട്ട് കെട്ടി കിടക്കുന്ന ഒരു സിറ്റുവേഷൻ വന്നപ്പോഴാണ് പഞ്ചിങ് സിസ്റ്റം എന്ന് പറയുന്നത് ഏർപ്പാട് ചെയ്തിട്ടുള്ളത്. അത് നല്ലത് തന്നെയാണ്. പക്ഷെ പഞ്ചിങ് സിസ്റ്റം ഉണ്ട്, അതുകൊണ്ട് ഉള്ളിൽ കയറിയിട്ടുള്ള ആൾക്കാരെ പിന്നെ ഒരാളോട് മിണ്ടാൻ പാടില്ല, അല്ലെങ്കിൽ പിന്നെ ഒരാളെയും കാണാൻ പാടില്ല എന്ന് പറയുന്നത് മനുഷ്യരിൽ സ്ട്രെസ് അല്ലെങ്കിൽ ടെൻഷൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് മാത്രമേ സാധിക്കുള്ളൂ. അപ്പൊ നമ്മൾ സാലറി കൊടുക്കുന്നത് മാത്രമല്ല, അല്ലെങ്കിൽ അവർക്ക് വർക്ക് ചെയ്യാനായിട്ടുള്ള അത്യന്താധുനിക സംവിധാനങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത് മാത്രമല്ല ഒരു എംപ്ലോയിക്ക് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് പ്രൊവൈഡ് ചെയ്യുന്നത്. സാറ്റിസ്ഫാക്ഷൻ പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ അവരുടെ അതേ ഏജ് ഗ്രൂപ്പിൽ പെടുന്ന, അല്ലെങ്കിൽ അവരുടെ അതേ ഇൻകം ലെവലിൽ വരുന്ന, അല്ലെങ്കിൽ അവരുടെ സെയിം കാറ്റഗറിയിൽ വർക്ക് ചെയ്യുന്നതും അതിന്റെ മുകളിൽ ഉള്ള കാറ്റഗറിയിൽ വർക്ക് ചെയ്യുന്നതുമായിട്ടുള്ള ആളുകളുമായിട്ട് ഇന്ററാക്ട് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു സൗകര്യം ബിസിനസ് ഓർഗനൈസേഷൻ ഇൻഫോർമൽ ഓർഗനൈസേഷനിൽ കൂടി ക്രിയേറ്റ് ചെയ്തു കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ ക്രിയേറ്റ് ദ സാറ്റിസ്ഫൈഡ് എംപ്ലോയീസ് വിത്തിൻ ദ ഓർഗനൈസേഷൻ. അപ്പൊ വലിയ ഡിസ്പ്യൂട്ട് അല്ലെങ്കിൽ വലിയ തർക്കങ്ങളും പ്രശ്നങ്ങളും പരാതികളും ഒന്നുമില്ലാതെ ബിസിനസ് ഓർഗനൈസേഷൻ ഒരു പരിധി വരെ അതിന്റെ ആക്ടിവിറ്റീസ് അണ്ടർടേക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതേസമയത്ത് മിണ്ടാൻ പാടില്ല, നോക്കാൻ പാടില്ല, കാണാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുകൾക്ക് ഉണ്ടാവുന്ന സ്ട്രെസ്സും ടെൻഷനും കൂടുമ്പോൾ അവർക്കൊരിക്കലും സാറ്റിസ്ഫൈഡ് ആയിട്ട് വർക്ക് പെർഫോം ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പൊ പലവിധത്തിലുള്ള ആക്സിഡന്റുകളും പലവിധത്തിലുള്ള ഡിസ്പ്യൂട്ടുകളും ഒക്കെ ഒരു ഓർഗനൈസേഷനിൽ ഉണ്ടാവാനായിട്ടുള്ള സാധ്യത എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. അപ്പൊ ഒരു പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി അല്ലെങ്കിൽ ഒരു ബിസിനസ് ഓർഗനൈസേഷന്റെ പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത് നോട്ട് മിയർലി ബേസ്ഡ് ഓൺ ദ എഞ്ചിനീയറിംഗ് പ്രോബ്ലം ഓഫ് ദ ബിസിനസ് ഓർഗനൈസേഷൻ. അതാണ് ഞാൻ പറഞ്ഞ വളരെ ക്വാളിറ്റി കൂടിയിട്ടുള്ള അത്യന്താധുനിക സംവിധാനങ്ങളൊക്കെ ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിലും അവിടെ ഹ്യൂമൻ എലിമെന്റ് അല്ലെങ്കിൽ ടീം സ്പിരിറ്റ് അല്ലെങ്കിൽ ടീം വർക്ക് എന്ന് പറയുന്ന ഒരു എലിമെന്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ബിസിനസ് ഓർഗനൈസേഷന് സാധിച്ചിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ ഹ്യൂമൻ ബീയിങ്സിന്റെ നീഡ്സ് ആൻഡ് നെസസിറ്റീസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന കാര്യത്തിൽ ഈ ബിസിനസ് ഓർഗനൈസേഷന് യാതൊന്നും തന്നെ ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ലെങ്കിൽ ദാറ്റ് ബിസിനസ് ഓർഗനൈസേഷൻ വിൽ ബിക്കം മീനിങ്ലെസ്. അപ്പൊ എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യം കൊണ്ടല്ല ഒരു ബിസിനസ് ഓർഗനൈസേഷൻ സക്സീഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യം അല്ലെങ്കിൽ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റിൽ ഉണ്ടാകുന്ന വോളിയം കൊണ്ടല്ല ഒരു ബിസിനസ് ഓർഗനൈസേഷന് ഹൈ പ്രൊഡക്ടിവിറ്റി അല്ലെങ്കിൽ ഹൈ പ്രോഫിറ്റ് ഏർണിംഗ് കപ്പാസിറ്റി ഉണ്ടാകുന്നത്. ഇറ്റ് ഈസ് ഓൺലി ബിക്കോസ് ഓഫ് ദ സർവീസ് ഡെഡിക്കേറ്റഡ് ബൈ ദ റിയൽ വർക്കേഴ്സ് ഓഫ് ദ ബിസിനസ് ഓർഗനൈസേഷൻ. ആളുകള് കഠിനമായിട്ട് പ്രയത്നിക്കുന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ ആളുകള് ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ള സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത് കൊണ്ടാണ് ഒരു ബിസിനസ് ഓർഗനൈസേഷന് പ്രൊഡക്ടിവിറ്റി കൂട്ടാനായിട്ട് അല്ലെങ്കിൽ അതിന്റെ പ്രോഫിറ്റബിലിറ്റി വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് ആൻഡ് ഓർഗനൈസേഷണൽ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഒരു ബിസിനസ് ഓർഗനൈസേഷൻ മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ഇറ്റ് വിൽ ക്രിയേറ്റ് സോഷ്യൽ ഇഷ്യൂസ്. ആളുകൾക്ക് തമ്മിൽ കാണാനും മിണ്ടാനും ഒന്നുള്ള സൗകര്യം പ്രൊവൈഡ് ചെയ്തിട്ടില്ലെങ്കിൽ അത് സാമൂഹിക പല പ്രശ്നങ്ങളിലേക്കും ബിസിനസ് ഓർഗനൈസേഷന്റെ പ്രവർത്തനത്തിനെ ലീഡ് ചെയ്യാനായിട്ട് സാധ്യത ഉള്ളത് കൊണ്ട് സാറ്റിസ്ഫൈഡ് ആയിട്ട് എംപ്ലോയീസിന് വർക്ക് ചെയ്യാനായിട്ട് ഉതകുന്ന വിധത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടുള്ള ഒരു പോസിബിലിറ്റി എന്ന് പറയുന്നത് ബിസിനസ് ഓർഗനൈസേഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇഫ് എ ബിസിനസ് ഓർഗനൈസേഷൻ ഈസ് ഹാവിംഗ് എ വണ്ടർഫുൾ പ്ലാൻ ബട്ട് ദർ ഈസ് നോ എംപ്ലോയി ഇറ്റ് വിൽ ബിക്കം വർത്ത്ലെസ്. എൽട്ടൺ പറഞ്ഞിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണത്. ഇഫ് ദ ബിസിനസ് ഓർഗനൈസേഷൻ ഈസ് ഹാവിംഗ് എ വണ്ടർഫുൾ പ്ലാൻ ആൻഡ് ദർ ഈസ് നോ എംപ്ലോയി ഇറ്റ് വിൽ ബിക്കം വർത്ത്ലെസ്. നമ്മൾ വളരെ സാങ്കേതിക മികവോട് കൂടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നതായിട്ടുള്ള പ്ലാനുകൾ എക്സിക്യൂട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആക്ച്വലി ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വർക്കേഴ്സ് ഇല്ലെങ്കിൽ പിന്നെ ആ പ്ലാൻ എന്ന് പറയുന്നത് കൊണ്ട് യാതൊരു വിധത്തിലുള്ള പ്രയോജനവും ഇല്ല. അപ്പൊ പ്ലാൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതായിട്ടുള്ള പ്ലാനിന്റെ സക്സസ് എന്ന് പറയുന്നത് അത് എക്സിക്യൂട്ട് ചെയ്യുന്നതിലാണ്. എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ എംപ്ലോയീസ് എന്ന് പറയുന്നത് നിർബന്ധമാണ്. അപ്പൊ എംപ്ലോയീസ് ഇല്ലാതെ
നമ്മൾ എത്ര നല്ല പ്ലാൻ പ്രിപ്പയർ ചെയ്താലും കാര്യമില്ല. ബിസിനസ് ഓർഗനൈസേഷന്റെ സക്സസ് എന്ന് പറയുന്നത് ബ്രിങ് ചെയ്യുന്നത് ഹാപ്പി എംപ്ലോയീസ് ഇൻ ദ ബിസിനസ് ഓർഗനൈസേഷൻ ഓർ സാറ്റിസ്ഫൈഡ് എംപ്ലോയീസ് ഇൻ ദി ബിസിനസ് ഓർഗനൈസേഷൻ. പൈസ മാത്രം കണ്ടമാനം കൊടുത്തത് കൊണ്ട് ഒരു കാരണവശാലും ഒരു എംപ്ലോയി സാറ്റിസ്ഫൈഡ് ആയിരിക്കില്ല. എംപ്ലോയിയുടെ കാര്യം മാത്രമല്ല, നമ്മളുടെയൊക്കെ കാര്യമാണെങ്കിലും അങ്ങനെ തന്നെയാണ്. നമ്മളെ വീട്ടില് ഉള്ള അച്ഛനോ അല്ലെങ്കിൽ അമ്മയോ അല്ലെങ്കിൽ സഹോദരങ്ങളോ പരസ്പരം സംസാരിക്കുകയോ അതല്ലെങ്കിൽ പരസ്പരം കാണുകയോ ഒന്നും ചെയ്യാതെ നമുക്ക് ആവശ്യത്തിനുള്ള പൈസ ഏതെങ്കിലും ഒരു അലമാരിയിൽ വെച്ചിട്ട് ഇഷ്ടം പോലെ എടുത്തുകൊണ്ട് പോയിക്കോളാൻ പറഞ്ഞാൽ ആദ്യം കുറച്ച് ദിവസമൊക്കെ നമുക്ക് അതിലൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും. കുറച്ച് ദിവസം കഴിയുമ്പോൾ പിന്നെ നമ്മൾ വീട്ടിൽ പോവാതെ ഈ കിട്ടുന്ന കാശും കൊണ്ട് ദൂരത്തും കാണിച്ചിട്ട് എവിടെയെങ്കിലും ഒക്കെ കറങ്ങി തിരിഞ്ഞ് ജീവിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവും. അപ്പൊ കറക്റ്റായിട്ട് പൈസ തരുന്ന അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും നമുക്ക് തരുന്ന പൈസ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ചെലവഴിക്കുന്നത് എന്ന് കറക്റ്റായിട്ട് മോണിറ്റർ ചെയ്യണം. നമ്മളുമായിട്ട് ആശയവിനിമയം നടത്തിയിട്ടുണ്ടായിരിക്കണം. നമുക്ക് ഫാമിലി എന്നുള്ളൊരു ഫീലിംഗ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കണമെങ്കിൽ ഈ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഇന്ററാക്ഷൻ എന്ന് പറയുന്നത് എത്രമാത്രം ഇമ്പോർട്ടന്റ് ആണോ അതേപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് ഒരു ബിസിനസ് ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം അവിടെ അപ്പോയിന്റ് ചെയ്യപ്പെട്ടിട്ടുള്ള എംപ്ലോയീസ്. അപ്പൊ നല്ലൊരു പ്ലാൻ ഉണ്ടായതുകൊണ്ട് കാര്യമില്ല. ആ പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ അതിനാവശ്യം വരുന്നതായിട്ടുള്ള എംപ്ലോയീസ് ബിസിനസ് ഓർഗനൈസേഷനിൽ നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം. ബിക്കോസ് ഓഫ് ദിസ് കോൺട്രിബ്യൂഷൻ എൽട്ടൺ മായോ ഈസ് കൺസിഡറിംഗ് ആസ് ദി ഫാദർ ഓഫ് ഹ്യൂമൻ റിലേഷൻസ് അപ്രോച്ച് ആൻഡ് നൗ ഇറ്റ് ഈസ് റിഗാർഡിംഗ് ആസ് ദി ഓർഗനൈസേഷണൽ ബിഹേവിയർ. ഇപ്പൊ പഠിക്കാനുള്ള ഒരു പേപ്പറായിട്ട് തന്നെ കൊമേഴ്സ് BBA കോഴ്സിന് വന്നിട്ടുള്ള ഒരു പേപ്പറാണ് ഓർഗനൈസേഷൻ ബിഹേവിയർ എന്ന് പറയുന്നത്. ആ ഓർഗനൈസേഷൻ ബിഹേവിയർ എന്ന് പറയുന്നത് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത് എൽട്ടൺ മായോ എന്ന് പറയുന്ന എമിനന്റ് ആയിട്ടുള്ള മാനേജ്മെന്റ് തിങ്കർ ആണ്. അതുകൊണ്ട് അയാളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ദി ഫാദർ ഓഫ് ഹ്യൂമൻ റിലേഷൻസ് അപ്രോച്ച് ഓർ ഹ്യൂമൻ റിലേഷൻസ് മാനേജ്മെന്റ് ഇൻ ദി ബിസിനസ് ഓർഗനൈസേഷൻ. അപ്പൊ നമ്മൾ ഫസ്റ്റ് ആസ്പെക്ട് ആണ് ഇപ്പൊ പറഞ്ഞത്, ഹ്യൂമൻ റിലേഷൻസ് അപ്രോച്ച് ഇൻ ദി ബിസിനസ് ഓർഗനൈസേഷൻ. ഒരു സ്ഥാപനത്തിൽ അപ്പോയിന്റ് ചെയ്യുന്നതായിട്ടുള്ള ആളുകൾക്ക് പരസ്പരം ഇന്ററാക്ട് ചെയ്യുന്നതിന് അല്ലെങ്കിൽ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് ഒരു ഓപ്പർച്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുക. അങ്ങനെ ഹാപ്പി എംപ്ലോയീസിനെ അല്ലെങ്കിൽ സാറ്റിസ്ഫൈഡ് എംപ്ലോയീസിനെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ബിസിനസ് ഓർഗനൈസേഷന് സാധിക്കുമ്പോഴാണ് അതിന്റെ പ്രൊഡക്ടിവിറ്റി അല്ലെങ്കിൽ പ്രോഫിറ്റബിലിറ്റി എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. ഇനി രണ്ടാമത്തെ ആസ്പെക്ട് എന്ന് പറയുന്നതാണ് ഹ്യൂമൻ ബിഹേവിയർ അപ്രോച്ച്. നമ്മൾ മാനേജ്മെന്റിന്റെ സിമ്പിൾ ആയിട്ടുള്ള ഡെഫിനേഷൻ പറഞ്ഞു, ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ ആൻഡ് വിത്ത് ദ പീപ്പിൾ. ഒരു ഓർഗനൈസേഷനിൽ അപ്പോയിന്റ് ചെയ്തിട്ടുള്ള വർക്കേഴ്സിന്റെ വർക്ക് റിസൾട്ട് എന്ന് പറയുന്നതാണ് ഒരു ബിസിനസ് ഓർഗനൈസേഷന്റെ പ്രൊഡക്ടിവിറ്റി അല്ലെങ്കിൽ പ്രോഫിറ്റബിലിറ്റി എന്ന് പറയുന്നത്. മാനേജ്മെന്റ് സ്റ്റഡി സോ ഓൾസോ ഷുഡ് ബി ഫോക്കസ്ഡ് ഓൺ ദി പീപ്പിൾ ആൻഡ് their human relations and the people element in the business organization should be concentrated. അപ്പൊ നമ്മളിപ്പോ ഹ്യൂമൻ റിലേഷൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന്റെ കാര്യമാണ് ആദ്യത്തെ ആസ്പെക്റ്റിൽ പറഞ്ഞത്. ഇനി നമ്മൾ പറയുന്നത് ബിഹേവിയർ. ആളുകള് പെരുമാറും. അപ്പൊ എല്ലാ ആൾക്കാരും പെരുമാറുന്നത് ഒരേ രൂപത്തിലല്ല. ഒരേ സിറ്റുവേഷൻസ് വന്നു കഴിഞ്ഞാല് ആ ഒരേ സിറ്റുവേഷനിൽ തന്നെ നമ്മൾ 10 ആൾക്കാരെ നോക്കിക്കഴിഞ്ഞാൽ 10 ആൾക്കാരും ബിഹേവ് ചെയ്യുന്നത് എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടായിരിക്കും. ഇനി ഒരാള് തന്നെ ഇന്നുണ്ടായിട്ടുള്ള അതേ സിറ്റുവേഷൻ തന്നെ നാളെ ഉണ്ടായാല് ആൾക്കാർ പെരുമാറുന്നത് ഒരേ രൂപത്തിലായിരിക്കില്ല. ഇപ്പൊ ഇന്ന് എനിക്ക് ദേഷ്യം വരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായാൽ ഞാൻ പെരുമാറുന്നതും നാളെ എനിക്ക് ദേഷ്യം വരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായാൽ ഞാൻ പെരുമാറുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പൊ ഒരാളുടെ ബിഹേവിയർ എന്ന് പറയുന്നത് സൈക്കോളജി, സോഷ്യോളജി, ആന്ത്രപ്പോളജി എന്നൊക്കെ പറയുന്ന പല എലിമെന്റ്സ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ളതാണ്. എന്റെ അപ്പോഴത്തെ ഒരു മാനസികാവസ്ഥ എന്താണോ ആ മാനസികാവസ്ഥയ്ക്ക് അനുസരിച്ചായിരിക്കും ഞാൻ പലപ്പോഴും പെരുമാറുന്നത്. ഇനി ആ മാനസികാവസ്ഥ എന്ന് പറയുന്നത് തന്നെ സിറ്റുവേഷൻസ് മാറുമ്പോൾ ചേഞ്ച് ചെയ്യും. ഇപ്പൊ എനിക്ക് വീട്ടിലിരിക്കുമ്പോൾ ദേഷ്യം വന്നാൽ ഞാൻ പെരുമാറുന്നതും കോളേജിൽ വരുമ്പോൾ എനിക്ക് ദേഷ്യം വന്നാൽ ഞാൻ പെരുമാറുന്നതും സമൂഹത്തിലെ ഏതെങ്കിലും ഒരു ഫംഗ്ഷനിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ദേഷ്യം വന്നാൽ ഞാൻ പെരുമാറുന്നതും തമ്മിൽ വ്യത്യാസമുണ്ടോ? അപ്പൊ ഞാൻ എന്ന് പറയുന്ന ആള് സെയിമാണ്, ദേഷ്യം എന്ന് പറയുന്നത് സെയിമാണ്. പക്ഷെ നമ്മൾ ബിഹേവ് ചെയ്യുന്നത്
എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടാണ്. അപ്പൊ സമൂഹത്തിൽ മനുഷ്യൻ എങ്ങനെ പെരുമാറണം, ഇൻഡിവിജ്വൽ ആയിട്ട് ആ വ്യക്തിയുടെ ബിഹേവിയർ എന്ന് പറയുന്നത് ഏത് രൂപത്തിലാണ്. ചില ആൾക്കാര് എത്രയൊക്കെ നമ്മൾ മായായിട്ട് സംസാരിച്ചു കഴിഞ്ഞാലും അവർക്കെല്ലാം ഇപ്പോഴും ദേഷ്യത്തോട് കൂടിയിട്ട് മാത്രമേ മറ്റുള്ള ആൾക്കാരോട് പെരുമാറാനായിട്ട് സാധിക്കുള്ളൂ. വേറെ കുറെ ആൾക്കാരുണ്ടാവും എത്രയൊക്കെ ദേഷ്യം വന്നു കഴിഞ്ഞാലും അവരൊരിക്കലും ദേഷ്യത്തിന്റെ ഭാഷയിൽ മറ്റുള്ള ആൾക്കാരോട് ഇടപെടാനായിട്ട് ഇഷ്ടപ്പെടാത്തതായിട്ടുള്ള ആൾക്കാരുണ്ടാവും. അപ്പൊ ഇതൊക്കെ ചില സൈക്കോളജിക്കൽ ഇംബാലൻസസ് ആണ്. ചില ആൾക്കാർ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒന്നും സമയം വൈകിട്ട് മാത്രം വരുന്ന ആൾക്കാരാവും. അവരുടെ ജീവിതത്തിൽ കൃത്യനിഷ്ഠ സത്യസന്ധത എന്നൊന്നും പറയുന്ന ഒരു എലിമെന്റ്സും ഉണ്ടാവില്ല. അതിന് പൂർണ്ണമായിട്ടുള്ള കുറ്റക്കാര് എന്ന് പറയുന്നത് അവര് മാത്രമായിരിക്കില്ല. മനുഷ്യ ശരീരത്തിന്റെ ഘടന അനുസരിച്ച് നമ്മളുടെ സൈക്കോളജിക്കൽ ഇംബാലൻസസ് അനുസരിച്ച് പലപ്പോഴും ആളുകൾക്ക് അവര് എങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യണം എന്ന് വിചാരിച്ചാലും ആ രൂപത്തിൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് പെരുമാറാനായിട്ട് സാധിക്കില്ല. അതിന് 100% അവര് മാത്രമല്ല കുറ്റക്കാര്. അവര് അത് ആ ഒരു പർട്ടിക്കുലർ സിറ്റുവേഷനിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള പല എലിമെന്റും അവരുടെ കടന്നുപോയിട്ടുള്ള ജീവിതത്തിനിടയ്ക്ക് ഉണ്ടായിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ ചെയ്യേണ്ടുന്നത് എന്താന്ന് പറഞ്ഞാല് പീപ്പിൾ ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദ പീപ്പിൾ. മനുഷ്യനെ വേർതിരിച്ചറിയാനായിട്ട് സാധിക്കണം. ദൗർഭാഗ്യവശാൽ അങ്ങനെ കഴിയാത്തൊരു സിറ്റുവേഷനിലാണ് ഇപ്പൊ നമ്മളൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. കുത്തിക്കൊല്ലല്, അതേപോലെ തന്നെ കവർച്ച, മോഷണം, ബലാത്സംഗം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആന്റി സോഷ്യൽ ആയിട്ടുള്ള എന്തെല്ലാം ആക്ടിവിറ്റീസ് നടക്കാൻ പാടില്ല എന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ടോ അത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് കംപ്ലീറ്റ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സൊസൈറ്റിയിലാണ് നമ്മളിപ്പോ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഏറ്റവും കൂടുതൽ വിദ്യാസമ്പന്നരായിട്ടുള്ള ആൾക്കാരുള്ള ഒരു സംസ്ഥാനമാണ് കേരള സംസ്ഥാനം എന്ന് പറയുന്നത്. പക്ഷെ സന്ധ്യയായി കഴിഞ്ഞാൽ എന്ന് മാത്രമല്ല ഒരു സ്ത്രീക്ക് തനിച്ച് സഞ്ചരിക്കാൻ സ്വാതന്ത്ര്യമില്ലാത്ത അല്ലെങ്കിൽ അതിന് കഴിയാത്ത ഒരു സിറ്റുവേഷനിലാണ് ഇപ്പൊ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രായമായിട്ടുള്ള ആൾക്കാരായിക്കോട്ടെ, പ്രായം കുറഞ്ഞിട്ടുള്ള ഇപ്പൊ ജനിച്ചിട്ടുള്ള കുട്ടി മുതൽ മരണക്കടക്കയിൽ കിടക്കുന്ന ഒരു സ്ത്രീ വരെ പല വിധത്തിലുള്ള പീഡനങ്ങൾക്കും വിധേയരായിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ നമ്മൾ ജീവിക്കാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് പീപ്പിൾ കനോട്ട് അണ്ടർസ്റ്റാൻഡ് പീപ്പിൾ. ഞാൻ എന്താണ് അതുപോലെ തന്നെയാണ് മറ്റുള്ള മനുഷ്യർക്കും. എനിക്ക് നോവുന്നത് പോലെ മറ്റുള്ള ആൾക്കാർക്കും നോവും. എന്റെ വികാര വിചാരങ്ങൾ തന്നെയാണ് മറ്റുള്ള ആൾക്കാർക്കും ഉണ്ടാകുന്നത് എന്ന് വേർതിരിച്ചറിയാനും അതിനനുസൃതമായിട്ട് ആളുകളെ നമ്മളുടെ കൂട്ടത്തിൽ ചേർക്കാനും കഴിയുന്ന ഉയർന്ന ഒരു മാനസികാവസ്ഥ എന്ന് പറയുന്നത് ആളുകൾക്ക് ഇല്ലാത്തത് കൊണ്ടാണ് നമ്മളിങ്ങനെ അരക്ഷിതമായിട്ടുള്ള ഒരു സംസ്കാരത്തിൽ ജീവിച്ചു പോവേണ്ടതായിട്ട് വരുന്നത്. അപ്പൊ സമൂഹത്തില് മൊത്തത്തില് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്തു തീർക്കാനായിട്ട് സാധിക്കില്ലെങ്കിലും നമുക്ക് നമ്മളുടെ കുടുംബത്തിലാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസിലാണെങ്കിൽ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്താണെങ്കിൽ ചെറിയ രൂപത്തിലെങ്കിൽ ഇത്തരത്തിലുള്ള മാറ്റങ്ങളൊക്കെ കൊണ്ടുവരാനായിട്ട് സാധിക്കണം എന്നാണ് എൽട്ടൺ മായോ എന്ന് പറയുന്ന മാനേജ്മെന്റ് തിങ്കർ പറയുന്നത്. പീപ്പിൾ ഷുഡ് അണ്ടർസ്റ്റാൻഡ് പീപ്പിൾ. നമ്മളുടെ കൂട്ടത്തില് ജോലി ചെയ്യുന്നതായിട്ടുള്ള ആൾക്കാര് അല്ലെങ്കിൽ നമ്മളുടെ കൂട്ടത്തിൽ പഠിക്കുന്നതായിട്ടുള്ള ആൾക്കാര് എന്നും വളരെ സൗമ്യമായിട്ട് ബിഹേവ് ചെയ്യുന്നതായിട്ടുള്ള ആളുകൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ അവർ മിണ്ടാതെയാവുന്നു അല്ലെങ്കിൽ അവർ ദേഷ്യപ്പെടുന്നു എന്ന് പറയുമ്പോൾ അവരെ അങ്ങോട്ട് അവോയ്ഡ് ചെയ്യല്ല ചെയ്യേണ്ടുന്നത്. ഇത്രയും കാലം ഇങ്ങനെ പെരുമാറിയിട്ടുള്ള ആള് എന്തുകൊണ്ടാണ് ഈ രൂപത്തിൽ ഇപ്പൊ പെരുമാറുന്നത് എന്ന് അന്വേഷിക്കാനും ആവശ്യം വരുന്നതായിട്ടുള്ള മോട്ടിവേഷൻ, ഇൻസ്പിരേഷൻ, അതേപോലെ തന്നെ ഞങ്ങൾ കൂടെ ഉണ്ട് എന്നുള്ളൊരു വിശ്വാസം മറ്റുള്ള ആൾക്കാരിൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുക എന്ന് പറയുന്നത് പണച്ചെലവുള്ള ഒരു കാര്യമൊന്നുമല്ല. പക്ഷെ നമുക്ക് സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു കഴിവ് അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള ഒരു മെന്റാലിറ്റി എന്ന് പറയുന്നത് ഉണ്ടായിരിക്കണം. ഞാൻ കൂടെ ഉണ്ട് എന്ന് പറയുന്നത് വലിയൊരു വിശ്വാസമാണ്. പലപ്പോഴും സൗഹൃദങ്ങൾക്ക് മറ്റുള്ള റിലേഷൻസിനേക്കാൾ കൂടുതൽ ചെയ്യാൻ കഴിയുന്ന ഒരു എലിമെന്റ് എന്ന് പറയുന്നതും കൂടിയാണത്. നമുക്ക് മറ്റുള്ള ആൾക്കാരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കുക. വേണ്ടാത്ത കാര്യങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ നിൽക്കരുത്. പലപ്പോഴും ആളുകൾ ചെയ്യുന്നത് അതാണ്. ഒരാളിപ്പോ കള്ളു കുടിച്ചു അല്ലെങ്കിൽ സിഗരറ്റ് വലിച്ചു അതല്ലെങ്കിൽ കഞ്ചാവ് വിൽപ്പന നടത്തി, ഇതൊക്കെ നമ്മൾ അറിഞ്ഞാലും മറ്റുള്ള ആൾക്കാരോട് പറയാതെ അത് മൂടി വെക്കുമ്പോൾ അവർക്ക് വീണ്ടും അത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് ചെയ്യാനുള്ള ഒരു പ്രചോദനമാണ് നമ്മൾ കൊടുക്കുന്നത്. അതല്ല ചെയ്യേണ്ടുന്നത്. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യുന്നത് തെറ്റാണ്. ഇന്ന കാര്യങ്ങളെ നമ്മൾ ചെയ്യാൻ പാടുള്ളൂ. അത് ചെയ്യുന്നതിന് നമ്മളുടെ ഒരു സഹായം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ആളുകളെ ഒപ്പം ചേർത്ത് നിർത്താനായിട്ട് സാധിക്കുമെങ്കിൽ ഈ ബിസിനസ് ഓർഗനൈസേഷൻസിൽ എന്ന് മാത്രമല്ല കുടുംബങ്ങളിലാണെങ്കിലും സമൂഹത്തിലാണെങ്കിലും ഉണ്ടായേക്കാവുന്ന പ്രോബ്ലംസിനെ
ഒരു പരിധിവരെ റെഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കുമെന്നാണ് എൽട്ടൺ മായോ എന്ന് പറയുന്ന എമിനന്റ് അതോറിറ്റി സജസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞത് ഇതാണ്, ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ ഹ്യൂമൻ എലിമെന്റ് എന്ന് പറയുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ആ ഹ്യൂമൻ എലിമെന്റിനെ സാറ്റിസ്ഫൈഡ് ആയിട്ട് നിലനിർത്താനും അവരുടെ സ്വഭാവ സവിശേഷതകൾ, ഗ്രൂപ്പിലെ ആൾക്കാർ പെരുമാറുന്നതും ഇൻഡിവിജ്വൽ ആയിട്ട് ആൾക്കാർ പെരുമാറുന്നതും തമ്മിൽ വ്യത്യാസമുണ്ടോ? അപ്പൊ അങ്ങനെ വ്യത്യാസം വരുമ്പോൾ അതിനുള്ള കാര്യകാരണങ്ങൾ കണ്ടെത്തുകയും അവരെ മോട്ടിവേഷനിൽ കൂടി അല്ലെങ്കിൽ ഇൻസ്പിറേഷനിൽ കൂടി അല്ലെങ്കിൽ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്നതിൽ കൂടി നല്ല മനുഷ്യരായിട്ട് അല്ലെങ്കിൽ നല്ല എംപ്ലോയീസ് ആയിട്ട് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ബിസിനസ് ഓർഗനൈസേഷന് പ്രൊഡക്ടിവിറ്റി അല്ലെങ്കിൽ പ്രോഫിറ്റബിലിറ്റി ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ള ഒരു നിർദ്ദേശമാണ് നിയോ ക്ലാസിക്കൽ അപ്രോച്ചിൽ എൽട്ടൺ മായോ എന്ന് പറയുന്ന എമിനന്റ് അതോറിറ്റി പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ബാക്കി നാളെ താങ്ക് യു.